അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൂപ്പർ ടേസ്റ്റിൽ അൽഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കൾക്ക് ഇങ്ങനെ അൽഫാം, ബ്രോസ്റ്റ് ഇങ്ങനെയൊക്കെ പൂതി പറയുമ്പോൾ ഞാൻ കടയിൽ നിന്ന് ചിക്കൻ കൊടുത്തിട്ട് വീട്ടിലുണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ചിക്കന് 1 മണിക്കൂർ നേരം സുർക്കയിലിട്ടിട്ട് എടുത്തതാണ്. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 1 മണിക്കൂർ നേരം സുർക്കയിലിട്ടത്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ചിക്കനൊക്കെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പ്, ഒരു 3 പച്ചമുളക്, ഇത്രയും കൂടി നമുക്കൊന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 സ്പൂണ് സാദാ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മസാല കൂട്ടി നമ്മൾ അൽഫാം ചുട്ടെടുക്കുമ്പോൾ. നിങ്ങളെല്ലാവരും അൽഫാമൊക്കെ ചുടുമ്പോൾ ഇങ്ങനെ ഒന്ന് മസാല ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് അൽഫാം അതുപോലെ ബ്രോസ്റ്റ് ഇതൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് കിട്ടണ അതേ വലുപ്പത്തിൽ തന്നെ കിട്ടണം. അപ്പോൾ ഞാൻ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഞാൻ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 5-6 മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുക, പുറത്ത് വെക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഞാൻ 6 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഒരു പരിപാടി കൂടിയുണ്ട്. നമുക്ക് കടലുണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പുറത്തൊന്നല്ല കടലുണ്ടാക്കിയെടുക്കുന്നത്, ഞാൻ നമ്മുടെ അടുപ്പ് തന്നെയാണ്. ഇത് ചാർക്കോളാണ് കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു 75 രൂപയുടെ ചാർക്കോൾ പാക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ചാർക്കോൾ ഇട്ട് കൊടുത്താൽ കണലിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, നല്ല കണലായിരിക്കും. കണ്ടോ, അപ്പോൾ തീയൊക്കെ കെട്ട് നല്ല കണലാണ്. ഇനിയൊരു പരിപാടിയില്ല, നമ്മുടെ ചിക്കൻ ചുട്ടെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജോലികൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം. ഇടയ്ക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആശിമോനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അൽഫാം റെഡിയായോ 2 വയസ്സുള്ള ഒരാളുണ്ട് എനിക്ക്, ആശിമോന്. അപ്പോൾ അൽഫാമിൻ്റെയും ബ്രോസ്റ്റിൻ്റെ ഒക്കെ ആളാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഓയിൽ ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കണം. നല്ല കനലായതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും ആവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കന് വെന്ത് കിട്ടും. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അൽഫാം ഏകദേശം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അൽഫാമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.